നമസ്കാരം, സ്വാഗതം. സകലമാന കേരളത്തിലേക്ക് പ്രധാന വാർത്തകൾ. എറണാകുളത്ത് കാറും ഓമ്നി വാനും കൂട്ടിയിടിച്ച് അപകടം. വാൻ ഡ്രൈവർ ജോണി മരിച്ചു. തെറ്റായ ദിശയിൽ കാർ ഓടിച്ച ഷമീർ പോലീസ് കസ്റ്റഡിയിൽ. ഇടുക്കിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു. വാത്തിക്കുടി ദൈവമേടിൽ പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ. സമീപ പ്രദേശങ്ങളിലും വന്യജീവി ആക്രമണം രൂക്ഷം. വളപട്ടണം കവർച്ച കേസിൽ തെളിവെടുപ്പ്. പ്രതി ലിജേഷിനെ വ്യാപാരിയുടെ വീട്ടിലെത്തിച്ച് പോലീസ്. കവർന്നത് 300 പവനും 1 കോടി രൂപയും. തലസ്ഥാനത്ത് അടുത്തയാഴ്ച ജലവിതരണം തടസ്സപ്പെടും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കുടിവെള്ളം മുടങ്ങും. അട്ടക്കുളങ്ങര ഈഞ്ചക്കൽ റോഡിൽ നവീകരണ പ്രവർത്തനങ്ങൾ. കായംകുളം ജലോത്സവത്തിന് തുടക്കം. വള്ളംകളി മത്സരം നാളെ. 9 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കും. വിശദമായി നോക്കാം. എറണാകുളം ലോ കോളേജിന് മുന്നിൽ കാറും ഓമ്നി വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാൻ ഡ്രൈവർ മരിച്ചു. എറണാകുളം ബടുതല സ്വദേശി ജോണിയാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന തമ്മനം സ്വദേശി ഷമീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 6:30യോടുകൂടിയായിരുന്നു അപകടം. നേവൽ ബേസ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാനിൽ തെറ്റായ ദിശയിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. കൊച്ചി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളാണ് വാൻ വെട്ടിപ്പൊളിച്ച് ജോണിയെ പുറത്തെടുത്തത്. ഉടൻ സമീപത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സ്കൂൾ കുട്ടികളുമായി സർവീസ് നടത്തിയിരുന്ന വാഹനമായിരുന്നു ജോണിയുടേത്. അപകട സമയത്ത് ജോണി മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. എറണാകുളം തമ്മനം സ്വദേശി ഷമീറാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളെ സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെയുണ്ടായ മഴയും അപകടത്തിന് ആക്കം കൂട്ടി. ജോണിയുടെ മൃതദേഹം തുടർ നടപടികൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തു. വാത്തിക്കുടി ദൈവമേടിലാണ് സംഭവം. ഒരാടിന് സാരമായി പരിക്കുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിലും വന്യജീവി ആക്രമണം നടന്നിരുന്നു. വളപട്ടണം കവർച്ച കേസിൽ തെളിവെടുപ്പ് തുടരുന്നു. കവർച്ച നടന്ന വീട്ടിൽ പ്രതി ലിജേഷിനെ എത്തിച്ചാണ് തെളിവെടുപ്പ്. നേരത്തെ പ്രതിയെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്നും 300 പവനും 1 കോടി രൂപയുമാണ് ഇയാൾ കവർന്നത്. കീച്ചേരിയിൽ നടന്ന കവർച്ചയിലും പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടും. ഇടുക്കി മുള്ളരിക്കുടിയിൽ മലഞ്ചരക്ക് കടയിൽ മോഷണം. 4 ചാക്ക് കുരുമുളകും 1 ഓട്ടോറിക്ഷയും മോഷണം പോയി. മുള്ളരിക്കുടി പുതുപ്പള്ളിയിൽ ഷാജിയുടെ മലഞ്ചരക്ക് കടയിലാണ് മോഷണം നടന്നത്. വെള്ളത്തുവൽ പോലീസ് അന്വേഷണം തുടങ്ങി. പാറത്തോട്, മുനിയറ, മുള്ളരിക്കുടി പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലുമാണ് മോഷണം പതിവായിരിക്കുന്നത്. പോലീസ് പെട്രോളിംഗ് കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. വടകര തണ്ണീർപന്തൽ, വടകര ആയഞ്ചേരി റൂട്ടിലാണ് പണിമുടക്ക്. ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. 35ഓളം ബസ്സുകളാണ് പണിമുടക്കുന്നത്. സംഭവത്തിൽ 3 പേർക്കെതിരെ കേസെടുത്തെങ്കിലും ഇവരെ പിടികൂടിയിരുന്നില്ല. പണിമുടക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ വലച്ചു. ഞാൻ രാവിലെ 8 മണിക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ തണ്ണീർപന്തൽ വില്യാപ്പള്ളി ബസ്സമരനെ കൊണ്ട് ബസ്സില്ല, എക്സാമിന് പോകാൻ പറ്റുന്നില്ല. പ്രശ്നമാണ്. തിരിച്ചു പോന്ന എന്നെ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പഠിക്കുന്ന എക്സാമിന് ആർക്ക് പോകാൻ പറ്റുന്നില്ല. ഭയങ്കര പ്രതിസന്ധി ഘട്ടത്തിലാണ് ഞങ്ങളുള്ളത്. തലസ്ഥാനത്ത് അടുത്തയാഴ്ച ശുദ്ധജല വിതരണം തടസ്സപ്പെടും. അട്ടക്കുളങ്ങര ഈഞ്ചക്കൽ റോഡിൽ പൈപ്പ് ലൈൻ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. അടുത്ത ബുധൻ രാവിലെ 8 മണി മുതൽ വ്യാഴം രാവിലെ 9 വരെ ശ്രീവരാഹം, ഫോർട്ട്, ചാല, വള്ളക്കടവ്, പെരുന്താനി, കമലേശ്വരം എന്നീ വാർഡുകളിൽ പൂർണ്ണമായും, പാൽക്കുളങ്ങര, ശംഖുമുഖം, ആറ്റുകാൽ, കളിപ്പാൻകുളം, വലിയതുറ, കുര്യാത്തി, മണക്കാട്, ചാക്ക, ശ്രീകണ്ഠേശ്വരം, വലിയശാല എന്നിവിടങ്ങളിൽ ഭാഗികമായും ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. 4ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവത്തിന് തുടക്കമായി. നാളെയാണ് വള്ളംകളി. 3 ഹീറ്റ്സുകളിലായാണ് 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കാരിച്ചാൽ, വലിയപുരം, നടുഭാഗം, നിരണം, തലവടി, പായിപ്പാടൻ, ചമ്പക്കുളം, മേൽപ്പാടൻ, ദിവാഞ്ചി എന്നീ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ശരണമന്ത്രമുഖരിതം സന്നിധാനം.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കനത്ത മഴയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. രാവിലെ 12 മണിവരെ 43,007 പേർ ദർശനം നടത്തി. മഴയ്ക്കിടയിലും ഇന്നലെ 76,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയിരുന്നു. ശബരിമലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. അയ്യപ്പനെ കാണാൻ വീണ്ടും എത്തി ശിവമണി. പതിവ് തെറ്റിക്കാതെ നടപ്പന്തലിലെ വേദിയിൽ സംഗീത വിരുന്നുമൊരുക്കിയാണ് ശിവമണി മലയിറങ്ങിയത്. ഇത് 32ാം തവണയാണ് സംഗീതജ്ഞനായ ശിവമണി സന്നിധാനത്തെത്തുന്നത്. മണ്ഡലകാലത്ത് അയ്യപ്പനെ കാണുന്ന പതിവ് ഇത്തവണയും ശിവമണി തെറ്റിച്ചില്ല. രാവിലെ തന്നെ സന്നിധാനത്തെത്തി ദർശനം നടത്തി. പിന്നീട് നടപ്പന്തലിലെ വേദിയിൽ സംഗീതാർച്ചന. കഴിഞ്ഞ 32 തവണയും ശിവമണി സന്നിധാനത്ത് സംഗീതാർച്ചന നടത്തിയിരുന്നു. പിറന്നാൾ ദിനമായ ഡിസംബർ 1-നാണ് എല്ലാ വർഷവും ദർശനത്തിനെത്താറുള്ളത്. വിദേശത്തായതിനാൽ ഇത്തവണ അതിന് സാധിച്ചില്ല. സ്വാമി ശബരിമല വരുന്നതേ ഒരു പെരിയ ഭാഗ്യം. ഞാൻ ജനറലാ என்னுடைய ബർത്ത്ഡേ every time when I come for my birthday on December 1st. This time I had some shows, so I couldn't make it on 1st. We are very happy. We are doing our seva in Sabarimala and playing for all the bhaktas here. And I pray for everyone good health and wealth and prosperous. ശിവമണിയുടെ സംഗീത വിരുന്ന് കാണാൻ അയ്യപ്പ ഭക്തരും തടിച്ചുകൂടി. അടുത്ത മണ്ഡലകാലത്തെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് ഈ അയ്യപ്പ ഭക്തൻ. ന്യൂസ് 18 സന്നിധാനം. ഭക്തിയുടെ പാരമ്പര്യത്തിൽ കഠിനവ്രതമെടുത്താണ് തീർത്ഥാടകർ അയ്യപ്പനെ കാണാൻ ശബരിമലയിലെത്തുന്നത്. വിശ്വാസം കൊണ്ട് പരമ്പരാഗത കാനനപാതകൾ വഴി സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുമുണ്ട്. അത്തരം അയ്യപ്പന്മാർക്കൊപ്പം പുല്ലുമേട്ടിൽ നിന്ന് സന്നിധാനത്തേക്ക് ന്യൂസ് 18 ഒരു യാത്ര നടത്തുകയാണ്. ആ യാത്രയിലേക്ക് സത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ കാൽനടയായി എത്തിയാൽ ഈ പുല്ലുമേട്ടിലെത്താം. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ഉണ്ട് സന്നിധാനത്തേക്ക്. പുൽമേടുകളും മൊട്ടക്കുന്നുകളും വലിയ കാടുമൊക്കെ താണ്ടിയുള്ള യാത്ര. കേരളത്തിലെ ഏറ്റവും മനോഹരമായ മൊട്ടക്കുന്നുകളുടെ കേന്ദ്രം, ജൈവസമ്പത്തിന്റെ കലവറ. പെരിയാർ ടൈഗർ റിസർവിലെ ഈ മനോഹര ഇടത്തെ കണ്ടാൽ മതിയാകില്ല. ഇടയ്ക്ക് നിങ്ങൾക്ക് കാഴ്ചയായി മൃഗങ്ങളെയും കാണാം. ഈ പുല്ലുമേട് നിന്ന് കണ്ണെത്തുന്ന ദൂരത്താണ് സന്നിധാനം കാണുന്നത്. അവിടേക്കാണ് കല്ലും മുള്ളും കാലുക്കും എത്ത എന്ന ശരണമന്ത്രങ്ങളുമായി ഈ ഓരോ തീർത്ഥാടകരും അയ്യപ്പനെ തേടി പോകുന്നത്. പുല്ലുമേട് കഴിഞ്ഞാൽ പിന്നെ സന്നിധാനത്തേക്കുള്ള ഇറക്കമാണ്. നിബിഡമായ വനം, ചുറ്റും വന്യജീവികൾ എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. അയ്യപ്പനെ രക്ഷകനായി സങ്കല്പിച്ചുള്ള യാത്ര. പുലി വരുവാനൊക്കെ വിചാരിച്ചു, പക്ഷെ കണ്ടില്ല. ഒരു അച്ഛൻ പറഞ്ഞു മാനൊക്കെ ഉണ്ടെന്ന്, പക്ഷെ
അതിനും കണ്ടില്ല. ആ കാത്തോട്ടിനെ മാത്രമേ കണ്ടുള്ളൂ. അവിടെയൊക്കെ കാൽപ്പാടൊക്കെ കണ്ട്. കാട്ടോട്ടിനെയും കുറേ കാൽപ്പാടുണ്ട്. കാട്ടോട്ടിനെ കുറേ ദൂരെയുള്ള മലയിലൊക്കെ നിന്നുണ്ട്. പിന്നെ പുലിയൊന്നും ഇല്ലായിരുന്നു, കണ്ടില്ല. പേടി തോന്നിയോ ഇങ്ങോട്ടോ? കാലിലൊക്കെ ഇതൊക്കെ കല്ലൊക്കെ കയറി കൊള്ളുകയൊക്കെ ചെയ്ത് പേടി അങ്ങനെ തോന്നിയില്ല. തേരി ഇറങ്ങുമ്പോൾ കാലിലൊക്കെ കല്ലിടിക്കുകയൊക്കെ ചെയ്തു. പുല്ലുമേട് കഴിഞ്ഞാൽ ഭക്തർക്ക് അല്പം വെള്ളം കിട്ടണമെങ്കിൽ ഈ കഴുതക്കുഴി താവളത്തിലെത്തണം. ഈ വഴിയിൽ വനം വകുപ്പിന്റെ ഒരു പ്രധാന കേന്ദ്രം ഇവിടെയാണ്. പോകുന്ന യാത്രയിൽ ഇടയ്ക്കിടെ ആനപ്പിണ്ടങ്ങൾ കാണാം. വഴിയെല്ലാം കുത്തിമറിച്ചിട്ടിരിക്കുന്നു ആനയും കാട്ടിയും കരടിയും. സംരക്ഷണത്തിനായി സദാ ജാഗരൂകരായിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. കഴിയുന്നിടത്തൊക്കെ വിശ്രമിച്ചാണ് അയ്യപ്പന്മാരുടെ ഈ മലയാത്ര. കാട്ടാറുകളും കാട്ടരുവികളും. ഈ പൂങ്കാവനത്തിലൂടെ അയ്യപ്പനിലേക്കുള്ള യാത്ര മനോഹരമാണ്. പ്രകൃതിയുടെ സാന്ത്വനമേറ്റാണ് ഈ യാത്ര. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. കാട്ടിക്കൂടെ ആയതുകൊണ്ട് പൊളിയായിരുന്നു. കാലൊക്കെ പക്ഷേ സീനായി. സോക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് സീനില്ലായിരുന്നു വലിയ. പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ലോങ് കാണുമെന്നൊന്നും. അപ്പോൾ അതുകൊണ്ട് കൂടെ പൊളിയായിരുന്നു. എന്നാലും ആസ്വദിച്ച് കിടിലായിട്ട്. നമ്മൾ ഇത്രയും പേരുള്ളായിരുന്നത് കൊണ്ട് എല്ലാവരും കാട്ടിക്കൂടെ നടന്നു വന്നപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ അവരുടെ കാര്യം പറഞ്ഞ് പിന്നെ കാലൊക്കെ പോയി. കഴുതക്കുഴിയിൽ നിന്നും 3 കിലോമീറ്റർ ഉണ്ട് സന്നിധാനത്തേക്ക്. നല്ല വൃക്ഷങ്ങൾക്കടിയിലൂടെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഒരു സമയത്തും വെയിലേൽക്കേണ്ട. ഫീല് കൊള്ളാം. നമ്മൾ 5 വർഷമായിട്ട് ഇതിൽ തന്നെ വരുന്നത്. പിന്നെ ആനയെ കാണണമെന്ന് വെച്ചിട്ട് ആനയെ കണ്ടില്ല. പുള്ളിക്കാരൻ പറഞ്ഞു ആനയുണ്ട്, ഒരു 5 മിനിറ്റ് നേരത്തെ വരണമെന്ന് പറഞ്ഞു. പക്ഷെ കാണാൻ പറ്റിയില്ല. നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് നടന്നത്. അല്ല, നമ്മൾ കയറിയപ്പോൾ ഒരു 8 മണിയായി. ഒരു 7:30 ആയപ്പോൾ തന്നെ എല്ലാവരും കയറ്റി വിട്ടു. നമ്മൾ പാസ് എടുത്ത് അത്രയും ക്യൂ നിന്നിട്ടാണ് നമ്മൾ കയറിയത്. 8 മണിയായപ്പോൾ കയറി. എന്നിട്ട് നമ്മൾ സ്പീഡിന് നടന്നു വരുമായിരുന്നു. മുട്ടക്കുന്നൊക്കെ അത്യാവശ്യം സ്പീഡിന് നടന്നിട്ട് പൂങ്കാവനം എത്തിയപ്പം അത്യാവശ്യം കുറച്ചുകൂടെ നല്ല വേഗതയിൽ നടന്നു. ഇടയ്ക്ക് ഇറങ്ങിയപ്പോൾ ആന ഇറങ്ങി. ഇവിടെ നിന്ന് തിരിച്ച് കയറി പോണ ആൾ ഒരു ആന അവിടെ കണ്ടെന്നും പറഞ്ഞ് കുറച്ച് നേരം നമ്മളങ്ങനെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ വന്നുകൊണ്ടിരുന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് വരെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് സത്രത്തിൽ നിന്ന്. ഇപ്പോഴും സമ്മതിക്കുന്നില്ല, അത് 7 മണി കഴിഞ്ഞ് പറ്റുള്ളൂ പറഞ്ഞു. ഇന്ന് ഇറങ്ങിയത് 7:45 പാസും ദർശന ക്യൂവിൻ്റെ പാസും ഫോറസ്റ്റിൻ്റെ പാസും എല്ലാം എടുത്തിട്ടാണ് കിട്ടുന്നത്. സത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാനനപാത പുല്ലുമേട് വഴി ഈ പാണ്ടിത്താവളത്തിലാണ് അവസാനിക്കുന്നത്. ആവശ്യക്കാർക്കൊക്കെ, ക്ഷീണമുള്ളവർക്കൊക്കെ തൊട്ടടുത്ത് ഉരൽക്കുഴി തീർത്ഥവുമുണ്ട്. അവിടെ പോയി ഒരു സ്നാനം കൂടിയാകാം. പിന്നീടുള്ളത് ശബരീശ ദർശനം. ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച തടയണ മൂടേണ്ടെന്ന വിവിധ വകുപ്പുകളുടെ നിർദ്ദേശം. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാലാണ് ഈ തീരുമാനം. മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് തടയണ ഭീഷണിയാണെന്ന് IG കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിരുന്നു. തുടർന്ന് തടയണ നികത്തണമെന്നാവശ്യപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മൈനർ ഇറിഗേഷൻ, മണ്ണ് സംരക്ഷണ വകുപ്പുകൾ ചേർന്നാണ് പരിശോധന നടത്തിയത്. ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ മണ്ണെടുത്ത് തടയണ നികത്തിയാൽ മഴക്കാലത്ത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നാണ് കണ്ടെത്തൽ. നിലവിൽ തടയണയിൽ വെള്ളം സംഭരിക്കാനാകില്ല. വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പുല്ല്, രാമച്ചവും വെച്ചുപിടിപ്പിക്കണം. അതിനിടെ ചൊക്രമുടിയിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതി പരാതി നൽകി. ന്യൂസ് 18 ഇടുക്കി.
ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം ഇഴയുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കുന്നതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നു. എന്നാൽ ഇവിടേക്ക് നല്ല റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ തകർന്നിട്ട് വർഷങ്ങളായി. പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും പൂർത്തിയായത് 1.5 കിലോമീറ്റർ മാത്രമാണ്. മെറ്റൽ പൂർണ്ണമായും ഇളകിപ്പോയി. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ്. ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പല പ്രാവശ്യം പൊതുജനങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലും പല സമരങ്ങളും നടത്തിയിട്ടും ഇതുവരെയായിട്ടും കുഞ്ചിത്തണ്ണി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നടപടിയെടുക്കാൻ ഒരു തീരുമാനവും മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല. ആയതിനാൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് റോഡിന്റെ നിർമ്മാണ കരാർ എടുത്തിരിക്കുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളിൽ പുരാവസ്തു വകുപ്പ് ഇടപെടണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നാട്ടുകാർ. വകുപ്പിന്റെയോ വിദഗ്ധരുടെയോ അഭിപ്രായം തേടാതെയുള്ള നവീകരണം ക്ഷേത്രത്തിന്റെ പൗരാണികതയെ ബാധിക്കുമെന്നാണ് പരാതി. അതിപുരാതനവും പ്രശസ്തവുമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. പഴശ്ശിരാജാവ് ആരാധിച്ചിരുന്ന ഈ ക്ഷേത്രത്തിന് 1200 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് കരുതുന്നു. ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ പുരാവസ്തു വകുപ്പിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് നാട്ടുകാരിൽ ഒരു വിഭാഗം പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ നടന്ന നവീകരണ പ്രവർത്തനത്തിന്റെ ബാക്കി എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികൾ ക്ഷേത്രത്തിന്റെ പൗരാണികതയെ ബാധിക്കുമെന്നാണ് വിമർശനം. പഴശ്ശിരാജാവിന്റെ കോട്ടയം രാജവംശത്തിലെ കഥകളി ആട്ടുകഥ എഴുതിയ കേരളവർമ്മയ്ക്കും അതുപോലെ വാൽമീകി രാമായണം കേരളവർമ്മ രാമായണം ചമച്ച തിരുവിതാംകൂറിൽ 8 വീട്ടിൽ പിള്ളമാരെ ഒതുക്കിയ ഉമാകേരളത്തിൽ പരാമർശ വിധേയമായ കേരളവർമ്മയുടെ വിദ്വാൻ തമ്പുരാന്റെ ചരിത്രങ്ങളൊക്കെ പേരുന്നൊരു പ്രദേശമാണ് മുഴക്കുന്ന ക്ഷേത്ര വളപ്പുകൾ എന്നുള്ള കാര്യം പുതിയ തലമുറകളിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ. ഈ ക്ഷേത്രത്തിന്റെ വികസനമാണ് ചരിത്രത്തിന്റെ വിസ്മൃതികളിലേക്ക് വേഗത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപ് പുരാവസ്തു വകുപ്പിന്റെയോ വിദഗ്ധരുടെയോ നിർദ്ദേശം അവഗണിച്ച് രാപ്പകൽ പണി നടക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു. ക്ഷേത്ര ട്രസ്റ്റിന്റെ കാലാവധി പൂർത്തിയാക്കും മുൻപ് തിടുക്കത്തിൽ പണി തീർക്കുകയാണ് ലക്ഷ്യം. പ്രശ്നത്തിൽ ദേവസ്വം ബോർഡിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും ഇടപെടൽ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് നിന്നുള്ള മതസൗഹാർദ്ദത്തിന്റെ വാർത്തയാണിനി. പാലരി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിനായി 10 ക്വിന്റൽ അരി സമർപ്പിച്ചത് ജുമാ മസ്ജിദ് കമ്മിറ്റിയാണ്. പാലരിക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ 4 ദിവസമായാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. സമാപന ദിവസം അന്നദാനമൊരുക്കാൻ വേണ്ടിയാണ് പള്ളിക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി അരി സംഭാവന നൽകിയത്. മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെ ക്ഷേത്രസ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റിയും ചേർന്ന് സ്വീകരിച്ചു. ഏത് വിഷയം വന്നാലും പരസ്പരം നല്ല സൗഹാർദ്ദത്തോടു കൂടെ നടന്നു നീങ്ങുന്നവരാണ് പലപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങളും നമ്മുടെ ഹൈന്ദവരായ സഹോദരന്മാരും. അതുപോലെ ഒരിക്കലും നമുക്ക് ഈ സൗഹാർദ്ദവും ഈ ഒത്തൊരുമയും എപ്പോഴും ഉണ്ടാവണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് CH താജുദ്ദീൻ, റിയാസ് നിസാമി എന്നിവരിൽ നിന്നും അരി ഏറ്റുവാങ്ങി. ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനൊപ്പം പായസം ഒരുക്കുന്നതിനായി പള്ളി കമ്മിറ്റിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയ ഷഫീഖ് പാലക്കിൽ 50,000 രൂപ സംഭാവന നൽകി. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി 2 വർഷം മുൻപ് പൊളിച്ചുമാറ്റിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം പുനർനിർമ്മിച്ച് നടത്തുന്ന ആദ്യ കളിയാട്ടം മതസൗഹാർദ്ദത്താൽ സമ്പന്നമായതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ. ന്യൂസ് 18 കാസർഗോഡ്. ആകെയുള്ള ഒറ്റ കൈയിൽ വിരലുകളോ കൈപ്പത്തിയോ ഇല്ലാത്ത 6ാം ക്ലാസ്സുകാരന്റെ പിയാനോ വാദനവും അതിനൊത്തുള്ള അധ്യാപകരുടെ നൃത്തവും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ്. കായംകുളം പുതുപ്പള്ളി KNM ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് യാസിനെ പരിചയപ്പെടാം. സമഗ്ര ശിക്ഷാ കേരളം കായംകുളം BRC പ്രവർത്തകരോട് നന്ദി പറയണം. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഉദ്ഘാടകനായി മുഹമ്മദ് യാസിനെ ക്ഷണിച്ചതിന്. തന്റെ പിയാനോ വാദനത്തിനൊപ്പം നൃത്തം ചെയ്യാമോ എന്ന് ആ കുട്ടി അധ്യാപകരോട് ചോദിച്ചു. പിന്നെ നടന്നത് ആരുടെയും മനസ്സ് നിറഞ്ഞു തുളുമ്പിപ്പോകുന്ന കാഴ്ചകൾ.
ഏതിരുളിലും പ്രകാശം പരത്തുന്ന നിമിഷങ്ങൾ. ഓച്ചിറ പ്രയാർ വടക്ക് SS മൻസിലിൽ ലൈലയുടെയും ഷാനവാസിന്റെയും മകനാണ് യാസീൻ. ഇടത് കാലും ഇടത് കൈയും ഇല്ല. വലത് കൈ മുട്ടിന് താഴെ വരെ മാത്രം. വലത് കാലും മെല്ലിച്ചു പോയതാണ്. എടുത്തു വേണം ഓരോ സ്ഥലത്തും എത്തിക്കാൻ. ഈ പരിമിതികളാലല്ല, ചുറ്റുമുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭയാലാണ് യാസീൻ സ്വയം അടയാളപ്പെടുത്തുന്നത്. പിയാനോയിൽ മാത്രമല്ല, പാട്ടിലും നൃത്തത്തിലും ചിത്രരചനയിലുമെല്ലാം മികവുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല പ്രതിഭാ പുരസ്കാരം, APJ അബ്ദുൽ കലാം പ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും ഈ കുഞ്ഞുമിടുക്കനെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, News 18. പരിമിതികളൊന്നും ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന യാസിന് എല്ലാവിധ ആശംസകളും. ഇന്ന് നോക്കാം ഗോൾഡ് റേറ്റ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7220, പവൻ 57,760. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5970, പവന് 47,760. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.